പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് നമുക്ക് പിന്നീട് കേസുകളായിട്ട് വരാറുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്നു, ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നു, ഷെയർ ചെയ്യുന്നു. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇന്നും അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഭാവിയിൽ നമുക്ക് നിയമക്കുരുക്കുകളാവാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ നമ്മൾ മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് അവർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഫോട്ടോ എടുത്തു എന്ന രീതിയിൽ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് അയച്ച മെസ്സേജ് നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വരുന്ന ന്യൂസ് അത് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യുക പോലും ചെയ്യാതെ ഷെയർ ചെയ്യുന്ന സാഹചര്യം നമ്മൾ എല്ലാവരും പൊതുവെ ചെയ്യുന്ന കാര്യമാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ധരിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ചെയ്ത് അത് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളും അത് അഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് അനുവദനീയമല്ലാത്ത ആവശ്യങ്ങൾക്ക് VPN ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോൺ പിടിച്ചു പോയി അത് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രവണത പലർക്കും കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നത് പോലും ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കെതിരെയോ ബിസിനസ്സിനെതിരെയോ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ റിവ്യൂ ചെയ്യുന്നത് പോലും ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മളുടെ മെന്റാലിറ്റി എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഒരു കംപ്ലൈന്റ് ആയി വരികയും പിന്നീട് അത് നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഐ എം അഡ്വക്കേറ്റ് ആഷിഖ് അബു, ലീഗൽ കൺസൾട്ടന്റ്, നെക്സ്റ്റ് ജെൻ അഡ്വക്കേറ്റ്സ്, ദുബായ്.